നമ്മളിത് എവിടെയാണെന്നറിയോ? ഇതിന്റെ ബാക്കിൽ നോക്കൂ. കുവൈറ്റിലെ ഫേമസ് 3 ടവറുള്ള സ്ഥലത്താണ് നമ്മൾ ഇന്നുള്ളത്. ഇവിടെ കുറെ ഫെസ്റ്റിവൽസ് ഒക്കെ നടക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് കണ്ടാലോ? കുവൈറ്റിന്റെ വീഡിയോകൾ കണ്ടാല് ഫസ്റ്റ് ഉണ്ടാവതാ ഈ 3 ടവറുകളാണ്. അത് കാണാനായിട്ട് നമ്മളിന്ന് പോകുന്നത്. അകത്തേക്ക് കയറാൻ പറ്റുമോന്നറിയില്ല, എന്നാലും നോക്കാന്ന് വിചാരിച്ചു. ടവറിന്റെ താഴെയായിട്ട് ബേ 0 എന്ന് പറഞ്ഞൊരു വാട്ടർ പാർക്ക് ഉണ്ട്. അവിടെ വിന്റർ ഈവന്റ് നടക്കുന്നുണ്ട്. അപ്പൊ അതുകൂടി കാണാന്നുള്ളതാണ് നമ്മളുടെ ഇന്നത്തെ ഉദ്ദേശം. ഇന്ന് അവിടെ ഫ്രീ എൻട്രി ആണ് കേട്ടോ. കുറെ അധികം പ്രോഗ്രാംസ് അവിടെ നടക്കുന്നതായിട്ട് കണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് കാണാന്ന് വിചാരിച്ചാണ് നമ്മൾ ഇന്ന് അവിടേക്ക് പോകുന്നത്. ഇന്നാണെങ്കിൽ നല്ല തണുപ്പായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു സിറ്റിയുടെ ഭാഗത്താണ് തോന്നുന്നു കൂടുതൽ തണുപ്പുണ്ടായിരുന്നത്. 2 ദിവസമായിട്ട് ഇവിടെ മഴ ഉണ്ടായിരുന്നു. മഴ കഴിഞ്ഞതിന് ശേഷമാണ് ഇത്ര തണുപ്പ് വരുന്നത്. കുവൈറ്റ് സിറ്റി കഴിഞ്ഞും കുറച്ചുകൂടെ ട്രാവൽ ഉണ്ട് കേട്ടോ ഈ ബേ 0 എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക്. ശരിക്കും പറഞ്ഞാൽ കുവൈറ്റിന്റെ ഒരറ്റത്തായിട്ടാണ് നമ്മളിപ്പോ നിൽക്കുന്നത്. ബീച്ച് സൈഡിലാണ് കേട്ടോ ഈ പാർക്ക് വരുന്നത്. അങ്ങനെ ഫസ്റ്റ് ടൈം നമ്മൾ ആ ടവർ കാണാൻ പോവാണ്. അടുത്ത് നിന്ന് കണ്ടപ്പോ ഒരു അത്ഭുതം പോലെ തോന്നിട്ടോ. നല്ല വലിപ്പുണ്ടായിരുന്നു ഈ 3 ടവറുകൾക്കും. ടവേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആ വലിയതാണ് ഇതിലെ മെയിൻ ടവർ. അതിന്റെ 2 സ്ഫിയേഴ്സ് ആണ് വരുന്നത്. അതിലെ ലോവർ സ്ഫിയറിൽ വരുന്നത് വാട്ടർ ടാങ്ക് ആണ്. അപ്പർ സ്ഫിയറിൽ വരുന്നത് കഫേസും റെസ്റ്റോറൻറ്റ്സും ഗിഫ്റ്റ് ഷോപ്പും പിന്നെ 360 ഡിഗ്രിയിലുള്ള വ്യൂവും നമുക്ക് അതിനുള്ളിൽ ഇരുന്ന് കിട്ടും. സെക്കൻഡ് ടവർ ഫംഗ്ഷൻ ചെയ്യുന്നത് വാട്ടർ റിസർവോയർ ആയിട്ടാണ്. ആൻഡ് തേർഡ് ടവർ ആണ് ഇതിലെ ഏറ്റവും ചെറുതും തിന്നസ്റ്റ് ആയിട്ടുള്ള ടവർ. അതിലാണെങ്കിൽ ഈ മറ്റേ 2 ടവറും ഫംഗ്ഷൻ ചെയ്യാനുള്ള ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ്സ് ഒക്കെ ഇരിക്കുന്നത് ആ ടവറിലാണ്. ഈ 3 ടവറും വാട്ടർ സ്റ്റോറേജിനും ഇലുമിനേഷനും പിന്നെ ടൂറിസത്തിനും വേണ്ടിയിട്ടാണ് ഫംഗ്ഷൻ ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ പ്രോഗ്രാം നടക്കുന്നിടത്തേക്ക് എൻ്റർ ചെയ്തു. ഇവിടെ ആണെങ്കിൽ ഫ്രണ്ടിൽ പൈസ കൊണ്ടുള്ള വഞ്ചിയൊക്കെ മേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഫ്രണ്ടിലേക്ക് വന്നപ്പോഴാണെങ്കിൽ അവിടെ ഒരു സ്റ്റേജും എന്തോ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാനും പോകുന്നുണ്ടായിരുന്നു. ഇന്നിവിടെ രാവിലെ വേറെ എന്തൊക്കെയോ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. റണ്ണിങ് മാരത്തോൺ ഒക്കെ കണ്ടിരുന്നു റീൽസിലൊക്കെ. പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്ന കണ്ടപ്പോൾ തന്നെ ഞങ്ങൾ വിചാരിച്ചു ഇവിടെ ഒന്ന് ചുറ്റി കണ്ടിട്ട് വരാന്ന്. ഇവിടെയൊക്കെ കുറെ അധികം ഷോപ്സും കാര്യങ്ങളൊക്കെയാണ് ഉണ്ടായിരുന്നത്. ഷോപ്സിന്റെ ഒക്കെ ബാക്കിലുള്ളത് ബീച്ചാണ് കേട്ടോ. പക്ഷെ ഇവിടുത്തെ ബീച്ച് എന്ന് പറയുന്നത് ഭയങ്കര കാമാണ്. ഒരു വേഴ്സിന്റെ സൗണ്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. ബീച്ച് സൈഡ് ആയതുകൊണ്ട് തന്നെ നല്ല കാറ്റുണ്ടായിരുന്നു. അതിൽ കൂടെ തണവും കൂടെ ആയപ്പോ കിടിലൻ വെതർ ആയിരുന്നു ഇന്ന്. ബീച്ചിന്റെ സൈഡിൽ ആൾക്കാരൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. നേരത്തെ കണ്ട സ്റ്റേജിൽ പ്രോഗ്രാം തുടങ്ങിയെന്ന് കേട്ടപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് ചെന്നു. ഇവിടെ വന്നപ്പോഴാണെങ്കിൽ റീൽസിലൊക്കെ ട്രെൻഡിങ് നമ്പർ 1 നിൽക്കുന്ന ദുരന്തർ മൂവിയിലെ സിംഗർ ആയിട്ടുള്ള സഹാഖ് തൻബീറും ഡെഫിയും നിൽക്കുന്നു. അവരാണെങ്കിൽ ആ മൂവിയിലെ പാട്ട് പാടി നിൽക്കായിരുന്നു കേട്ടോ. അപ്പോഴാണ് ഞങ്ങൾക്ക് ഡൗട്ട് തോന്നിയത് അവരാണോ എന്ന്. പിന്നെ ഞങ്ങള് യൂട്യൂബിലൊക്കെ എടുത്ത് നോക്കിയപ്പോഴാണ് പുള്ളി അത് തന്നെ. ഇത്ര പെട്ടെന്ന് പുള്ളിനെ നേരിട്ട് കാണാൻ പറ്റുമെന്ന് ഞങ്ങൾ 2 പേരും ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഏതായാലും വലിയൊരു സർപ്രൈസ് തന്നെ ആയിരുന്നു ആ മൊമെന്റ്. അവരാണെങ്കിൽ 2 സോങ് പാടി നേരെ സ്റ്റേജിൽ നിന്ന് ഇറങ്ങി. നോക്കിയപ്പോഴാണെങ്കിൽ അവിടെ കുറച്ചൊരു ഫോട്ടോസ് ഒക്കെ എടുക്കാൻ നടക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളും നേരെ പോയി ചുളിവിൽ 2 ഫോട്ടോ ഒക്കെ എടുത്ത് പോന്നു. അത് കഴിഞ്ഞപ്പോഴാണെങ്കിൽ നമ്മൾ കുട്ടികൾക്ക് കളിക്കാനുള്ള ഏരിയയിലേക്കാണ് വന്നത് കേട്ടോ. ഇവിടെ കുറച്ച് പിള്ളേരൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ആ ഫെസ്റ്റിവലിന്റെ ഭാഗമായിട്ടുള്ളതായിരുന്നില്ല. ഈ ഭാഗത്ത് തൊട്ടാണ് നമ്മുടെ കുട്ടികളുടെ പ്ലേ ഏരിയ വരുന്നത്. കുറെ അധികം സാധനങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. കുട്ടികൾക്ക് വന്നാൽ എൻജോയ് ചെയ്ത് പോകാൻ പറ്റിയ ഒരു സ്ഥലം തന്നെ ആയിരുന്നു കേട്ടോ ഇത്. അതിനകത്തേക്ക് കയറുമ്പോൾ ഇതേപോലെ കുറെ ഫുഡ് ഷോപ്പുകൾ ഉണ്ടായിരുന്നു. മെയിൻ ആയിട്ട് അവിടെ ഉണ്ടായിരുന്നത് ഇതേപോലത്തെ ഫ്രഞ്ച് ഫ്രൈസ് ആണ്. നല്ല സോസൊക്കെ ഒഴിച്ച് അടിപൊളിയായിരുന്നു. പിന്നെ ഈ തണവത്ത് നല്ല ഹോട്ടായിട്ടുള്ള കാര്യങ്ങൾ കഴിക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റും കിട്ടും. അവിടെ നിന്ന് അകത്തേക്ക് പോയപ്പോഴാണ് ഇവിടെ ഹോഴ്സ് റൈഡും അതേപോലെ ക്യാമൽ റൈഡൊക്കെ ഉണ്ടായിരുന്നു.
ഇതിനകത്ത് തന്നെ കണ്ടില്ലേ കുറേ റെസ്റ്റോറൻറ്റ്സ് ആണ്, നല്ല അടിപൊളിയായിട്ട് ചില്ല് ചെയ്ത് വന്നിരിക്കാൻ പറ്റുന്ന സ്ഥലങ്ങള്. കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ടോയ്സിന്റെ ഷോപ്പുകളും പിന്നെ കുറേ അധികം ഗെയിംസ് ഒക്കെ കളിക്കാനുള്ള ഷോപ്പുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇതിന്റെ ഉള്ളില്. അതേപോലെ തന്നെ അതാ ബീച്ചിന്റെ സൈഡിൽ നോക്കി ഇങ്ങനെ ടെന്റ് പോലെയൊക്കെ കിട്ടിയിട്ട് അവിടെ ഇരിക്കാനുള്ള സ്പേസ് ഒക്കെ ഉണ്ടായിരുന്നു. നമുക്ക് ഫുഡൊക്കെ വാങ്ങിയിട്ട് ഇവിടെ വന്ന് ആ ബീച്ചിന്റെ വൈബൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ കഴിക്കാം അവിടെ ഇരുന്ന്. ഞങ്ങൾ കുറേ നേരം അവിടെ ഇങ്ങനെ കടലൊക്കെ നോക്കി ഇരുന്നിട്ടുണ്ടായിരുന്നു. أحبك يا سلام يا موج سلام ليش الجفا ليش تجري خلاني عاشق فيك والعشق قلب ايش اوتاني باشباكك وانا عيني تشوف هتعذبني ولا سدود القلب مكلل നല്ല രസമില്ലേ കേൾക്കാൻ, നല്ല അറബിക് സോങ്ങും അവരുടെ ഡാൻസ് ഒക്കെ ആയിട്ട് വേറൊരു വൈബ് തന്നെ. ഇതാണ് ഈ ഫെസ്റ്റിവലിന്റെ മെയിൻ സംഭവം, ഇലക്ട്രിക് റൈഡുകൾ. കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ എല്ലാ റൈഡുകളും. ഇതൊക്കെ കണ്ടപ്പോൾ കൊടുങ്ങല്ലൂർ താലപ്പൊലിയുള്ള റൈഡുകളാണ് എനിക്ക് ഓർമ്മ വന്നത്. ഈ ബേസീറോയുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഇവിടുത്തെ വാട്ടർ റൈഡുകളാണ് കേട്ടോ. അതാണ് ആ എത്തത്ത് കാണുന്നത്. അതിപ്പോ ഫംഗ്ഷനിങ് ആണോ എന്നറിയില്ല, ഈ ഫെസ്റ്റിവൽ നടക്കുന്നതുകൊണ്ട് തന്നെ. റോളർ കോസ്റ്ററിന്റെ ഒക്കെ ട്രാക്കുകൾ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല വലിയ വാട്ടർ റൈഡാണ് എന്തായാലും ഇവിടെ ഉള്ളത്. അങ്ങനെ ഞങ്ങൾ അതിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ഈ മിറർ കണ്ടത്. അപ്പൊ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ അടുത്ത ഭാഗത്തേക്ക് പോയി. ഇതാണ് വാട്ടർ റൈഡിന്റെ ഭാഗങ്ങൾ. കണ്ടില്ലേ വലിയൊരു ടണലൊക്കെ. താഴെ നിന്നത് കാണുമ്പോൾ തന്നെ പേടിയാവും. പിന്നെ അതിന്റെ ഉള്ളിൽ കയറുമ്പോൾ എന്തായിരിക്കും അവസ്ഥ എന്നാണ് ഞാൻ ആലോചിച്ചത്. ഇതൊക്കെ ആ ഫെസ്റ്റിവലിന്റെ തന്നെ വേറൊരു ഭാഗമാണ്. ഇതൊക്കെ കുട്ടികൾക്കുള്ള കളിക്കാനുള്ള ഏരിയ തന്നെയാണ് കേട്ടോ. ഇതെന്തായാലും വലിയൊരു ഏരിയയിലായിരുന്നു ഈ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. കുട്ടികൾക്ക് നല്ല അർമാദിച്ച് കളിക്കാൻ പറ്റും എന്തായാലും. പിന്നെ ആണെങ്കിൽ അവിടെ സ്റ്റേജിൽ എന്തോ പ്രോഗ്രാമും നടക്കുന്നുണ്ടായിരുന്നു. ഇവിടെ സൂവും അതേപോലെ ഹൊറർ ഹൗസ് ഒക്കെ ഉണ്ടെന്നാണ് കേട്ടിട്ടുണ്ടായിരുന്നത്. ഇവിടെ വന്നപ്പോൾ ഞങ്ങൾ അതൊന്നും കണ്ടില്ല കേട്ടോ. എല്ലാം കണ്ടു കഴിഞ്ഞെന്ന് വിചാരിച്ച് വീട്ടിലേക്ക് പോവാൻ നിൽക്കുമ്പോഴാണ് റോട്ടിൽ നിന്ന് ഞങ്ങൾ ആ കാഴ്ച കണ്ടത്. ഇവിടെ ഫയർ വർക്ക്സ് ഒക്കെ ഉണ്ടായിരുന്നു. ഒരു 5 മിനിറ്റ് കൂടെ അവിടെ നിൽക്കായിരുന്നെങ്കിൽ അത് അടുത്ത് നിന്ന് കാണായിരുന്നു. പക്ഷെ റോട്ടിൽ നിന്ന് കാണാനായിരുന്നു ഞങ്ങൾക്ക് യോഗം ഉണ്ടായിരുന്നത്. ഫയർ വർക്ക് അടുത്തൊന്നും കണ്ടില്ലല്ലോ എന്നുള്ള നിരാശയോടുകൂടി ഞങ്ങളിതാ 51 ബസ് പിടിച്ച് വീട്ടിലേക്ക് പോവാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ബൈ.